ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ്വിൽ വാല്യൂ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും അതുപോലെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് ചെയ്ത് മനസ്സിലാക്കി. ദെൻ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന ടോപ്പിക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത് എന്ന് ഇല്ലസ്ട്രേഷൻസ് ചെയ്തുകൊണ്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 രീതിയിൽ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ നടത്താറുണ്ട്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, 2 ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഈ 2 മെത്തേഡും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായിട്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ദ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ദാറ്റ് മീൻസ് നെറ്റ് അസെറ്റ്സ് ഇൻ ദ ബിസിനസ് ഫ്രം ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ക്യാപിറ്റലും അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സുമാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ്സ് മീൻസ് അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇല്ലേ, അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ്, ടോട്ടൽ ഔട്ട്സൈഡ് ലാബിലിറ്റീസ് ഈക്വൽ ടു ആക്ച്വൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അത് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അഥവാ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉപയോഗിച്ചിട്ട് ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ നമുക്ക് എത്രമാത്രം ക്യാപിറ്റൽ വേണ്ടി വരുന്നു എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ സ്റ്റെപ്സ് പറയാം. സ്റ്റെപ്പ് 1, അസർട്ടൈൻ ദ ആവറേജ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് പെർഫോമൻസ്. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്ത അതേപോലെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രോഫിറ്റ് എടുക്കുക, ആ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ദെൻ സ്റ്റെപ്പ് 2, ക്യാപിറ്റലൈസ് ദ ആവറേജ് പ്രോഫിറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ടു അസർട്ടൈൻ ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ് ആസ് ഫോളോസ്. നമ്മൾ ഈ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അഥവാ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമാണ് എന്ന് നമ്മൾ ഗസ് ചെയ്യാണ്. നമ്മളൊരു ജസ്റ്റ് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. അഥവാ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 divided by normal rate of return. Okay, then step 3, ascertain the actual capital employed അഥവാ net assets by deducting outside liabilities from total assets. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ യഥാർത്ഥ ക്യാപിറ്റൽ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അഥവാ സ്ഥാപനത്തിൻ്റെ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. ഈ 3 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, 1 ആവറേജ് പ്രോഫിറ്റ് കാണുക, 2 ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക, 3 ആക്ച്വൽ ക്യാപിറ്റൽ അഥവാ നെറ്റ് അസറ്റ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഗുഡ്വിൽ കാണാം. ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഓർ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ദെൻ നമുക്കിതൊരു ഇല്ലസ്ട്രേഷനിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. എ ബിസിനസ് ഹാസ് ഏൺഡ് average profits of rupees 1 lakh during the last few years and the normal rate of return in a similar business is 10%.
ഒരു ബിസിനസ്സിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സാധാരണ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. Ascertain the value of goodwill by capitalization of average profit method given that the value of net assets of the business is ₹8,20,000. നമ്മളോട് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ആണ്, അഥവാ ആക്ച്വൽ ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവറേജ് പ്രോഫിറ്റ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ₹1,00,000 ആണ്. ദെൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1,00,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 10,00,000. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 10,00,000 ആണ്. 10% റിട്ടേൺ ഉള്ള സ്ഥാപനത്തിന് 10,00,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇതിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ലോജിക്ക് അതാണ്. ദെൻ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഈക്വൽ ടു 10,00,000 മൈനസ് 8,20,000 വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് അഥവാ ആക്ച്വൽ ക്യാപിറ്റൽ ഈക്വൽ ടു ₹1,80,000. ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്ന അസറ്റിൻ്റെ വില എന്ന് പറയുന്നത് 1,80,000 രൂപയാണ്. ദെൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 2. A business has earned average profits of ₹1,00,000 during the last few years. Find out the value of goodwill by capitalization method. Given that the assets of the business are ₹10,00,000 and its external liabilities are ₹1,80,000. The normal rate of return is 10%. ഇത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെയാണ്, പക്ഷേ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ സ്റ്റെപ്സിലൂടെ കടന്നു പോവാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 1,00,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 10,00,000. ദെൻ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഈക്വൽ ടു അസറ്റ്സ് 10,00,000 മൈനസ് എക്സ്റ്റേണൽ ലാബിലിറ്റീസ് 1,80,000 ഈക്വൽ ടു 8,20,000. വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് 8,20,000. ദെൻ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് അഥവാ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു 10,00,000 മൈനസ് 8,20,000 ഈക്വൽ ടു ₹1,80,000. ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ ₹1,80,000 ആണ്. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്യാപിറ്റലൈസേഷനിലെ രണ്ടാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇവിടെ നമ്മൾ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്താൽ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ. സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ ആൻഡ് അബവ് ദ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിലും കൂടുതലായിട്ട് സ്ഥാപനത്തിനുള്ള ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അഥവാ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. നമ്മൾ ആ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെപ്സിലൂടെ കടന്നു പോവാം. കാൽക്കുലേറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓഫ് ദ ഫേം വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. നമ്മൾ ആദ്യം സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നു. ദെൻ കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാവുന്ന നോർമൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ് ഫോർ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആസ് സ്പെസിഫൈഡ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പാണ്, ഫോർത്ത് സ്റ്റെപ്പാണ് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്സ് ബൈ ഡിഡക്റ്റിംഗ് നോർമൽ പ്രോഫിറ്റ്സ് ഫ്രം ആവറേജ് പ്രോഫിറ്റ്സ്. നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അഥവാ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ദെൻ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത്
ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, രണ്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ആണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിൽ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യാം. ദ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആർ ആസ് 2012 rupees 1 lakh, 2013 1,50,000, 2014 40,000, 2015 50,000 loss, and 2016 rupees 60,000. Then the assets of the firm is valued at rupees 10 lakh and the outside liabilities are rupees 4 lakh. സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ്സിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. ഔട്ട്സൈഡ് ലാബിലിറ്റീസ് ആണെങ്കിൽ 4 lakh ആണ്, 4 ലക്ഷമാണ്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 8%. ഇത്തരം സ്ഥാപനങ്ങളുടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 8%. അങ്ങനെയാണെങ്കിൽ നമ്മളോട് വാല്യൂ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞുള്ളത് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്കിതിൽ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു, ഈ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഈക്വൽ ടു 10 lakh മൈനസ് 4 lakh ഈക്വൽ ടു rupees 6 lakh. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നോർമൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു അഥവാ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഇവിടെ 6 lakh ഇൻറ്റു 8/100 ഈക്വൽ ടു 48,000. അഥവാ 6 ലക്ഷം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ സ്ഥാപനത്തിന് നോർമൽ ആയിട്ട് 48,000 രൂപ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അഥവാ അതാണ് നോർമൽ പ്രോഫിറ്റ്. ദെൻ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ഈ സ്ഥാപനം കഴിഞ്ഞ 5 വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു rupees 3 lakh ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 60,000. ഏതാണ് ഈ 5 വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ്? 1 ലക്ഷം, 1.5 ലക്ഷം, 40,000, ദെൻ 60,000 മൈനസ് 50,000. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഏതാ? മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഷം 2015 നമ്മൾ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് മൈനസ് ഫിഗറായി കാണിച്ചു. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി 60,000 രൂപ. അപ്പോൾ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടു, ആവറേജ് പ്രോഫിറ്റ് കണ്ടു. ദെൻ നമ്മൾ കാണേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് അഥവാ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഈ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റ് 60,000. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇൻഡസ്ട്രി നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൽ കിട്ടാവുന്ന പ്രോഫിറ്റ് 48,000. അപ്പോൾ 12,000 രൂപ എന്താണ്? സൂപ്പർ പ്രോഫിറ്റാണ്. ഈ നോർമൽ പ്രോഫിറ്റിലും അധികമായിട്ട് നമ്മൾ നേടിയ പ്രോഫിറ്റിന് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അതിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുക. ഈ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അഥവാ സൂപ്പർ പ്രോഫിറ്റ് 12,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 8% ഈക്വൽ ടു 1,50,000. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. 2 മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഓഫ് വാല്യൂയിങ് ഗുഡ്വില്ലാണ്. അതിൽ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.